ഹായ് ഗൈസ്. അപ്പോൾ നമ്മളൊരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. മറ്റൊന്നല്ല കണ്ടാ, ഒരു ഫ്രൈ പാൻ ഉണ്ട്, ഒരു കോഴിമുട്ടുണ്ട്. ഇതെന്തായാലും ഫ്രൈ ചെയ്യാൻ പോവാണ്, ഒരു ഓംലെറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് വെറുതെ വാർത്ത വെച്ച് നോക്കുമ്പോൾ 39 ഡിഗ്രിയാണ് പൊന്നാനി താപനില പറഞ്ഞിട്ടുള്ളത്. അത്രയും ചൂടുണ്ട് കേട്ടോ. ഞാൻ വാർപ്പിൻ്റെ മുകളിൽ വന്നപ്പോൾ 2 സെക്കൻഡായിട്ടുള്ളൂ വേർത്ത് ഒഴുകാൻ തുടങ്ങി. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആവണം കേട്ടോ. നമുക്കൊരു കുറച്ച് ചൂടായോ നോക്കിയിട്ടേ ഈ മുട്ട പൊട്ടി ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട് ചട്ടിയില്ല. നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. എത്ര സമയം എടുക്കുവാണ് ഇത് ആംപ്ലേറ്റായി കിട്ടാനെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. നമ്മളിപ്പോൾ നോക്കാൻ പോണത് എത്ര സമയം കൊണ്ട് ഒരു ആംപ്ലേറ്റായി മാറുന്നുള്ളതാണ് ആ ചൂടത്ത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ചട്ടി കൊണ്ടുപോയിട്ട് അടുപ്പത്ത് കയറ്റി കൊടുന്നുള്ള ഒരു ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിതിൻ്റെ ഷേപ്പ് ആകൃതി കണ്ടുവച്ചോളൂ. ഇപ്പോൾ തന്നെ വേണ്ട, ഈ ലെവലിലാണ് ഒഴിച്ചുള്ളത്. ഇതേപോലെ അവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഞാൻ 10 മിനിറ്റ് കരുതി. 10 മിനിറ്റൊക്കെ വന്ന് നോക്കുമ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. 3/4 മണിക്കൂറായിട്ടപ്പോൾ 1:45 വെച്ചിട്ട് ഇപ്പോൾ 2:30 മണിയായി. ഇതാ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ വെയിലത്ത് വെച്ചുണ്ടാക്കിയ ഓംപ്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ അവിടെ ഒഴിച്ചപ്പോഴേ ഇവിടെ ഒരു ഇത് വീണുണ്ടായിരുന്നു, മുട്ടയുടെ തൊണ്ട്. അതുവരെ അതിൽ പിടിച്ചെന്നുള്ളതാണ്. ഇത് മുട്ടയുടെ തൊണ്ട് പിടിച്ചിരുന്ന. നമുക്ക് ഏതായാലും ഒന്ന് മറിച്ചിട്ട് നോക്കാം. ചട്ടി വെച്ചിട്ട് ഇട്ടാൽ പോലും ഇങ്ങനെ കിട്ടലുണ്ടാവില്ല. പിന്നെ അതിങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വെയിലത്ത് വെക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ചട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ കിട്ടുന്നത്. എന്താ സാധനം. അപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടെന്ന് അറിയോ? 39 ഡിഗ്രി കേട്ടോ. അതാണ് അത്ര സമയം എടുത്തത്. 3/4 മണിക്കൂറൊന്നുമല്ല, 1 മണിക്കൂർ തന്നെ പിടിക്കുക. 1 മണിക്കൂർ കൊണ്ട് ചട്ടി ചൂടാവേണ്ട സമയം കേട്ടോ. ഓക്കെ, അങ്ങനെയുണ്ട്. പൊളിയല്ലേ? അപ്പോൾ വെയിലത്ത് വെച്ചുണ്ടാക്കിയ ഓംപ്ലേറ്റ് നമുക്ക് കഴിച്ചു നോക്കാം. ഉപ്പുണ്ടാവില്ല, ഉപ്പിട്ടില്ല. ഉപ്പില്ല, ബാക്കിയൊക്കെ ഓക്കെ, വെന്തിട്ടുണ്ട്. പക്ഷേ ആ വേവിന് ചൂട് കുറവാട്ടെ. നമ്മൾ ചട്ടിയിൽ നിന്ന് നല്ല വെന്തിട്ടെടുക്കുന്ന ചൂടില്ലേ, അതിന് കിട്ടുന്നില്ല. പക്ഷേ സ്ട്രക്ചറൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ചൂടിൻ്റെ കാടിന് അല്ല മൊത്തത്തിൽ വേറെ തുടങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനേ വെയിലത്തേക്ക് വരുള്ളൂ. അപ്പം ഉണ്ട് ഇങ്ങനെ. ഈ ചട്ടിയുടെ കാര്യം പറയണ്ടല്ലോ അല്ലേ, അടിപൊളി. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.